ഇതാണ് ഇൻപുട്ട്. ഇവിടെ ഈ F1 F2 ഈ ഫ്യൂസാണ് പോകുന്നത്. ഇതാണ് സർജ് അബ്സോർബർ. സർജ് അബ്സോർബർ ആയിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചത്. ഞാൻ കണക്ഷൻ റിമൂവ് ചെയ്തിട്ട് ഫ്യൂസ് ഇട്ടപ്പോൾ വീണ്ടും പ്രോബ്ലം ഉണ്ടായി. അങ്ങനെ ഞാൻ പവർ സപ്ലൈ യൂണിറ്റിൻ്റെ ഔട്ട്പുട്ടെല്ലാം ഊരിയിട്ട് പവർ സപ്ലൈ യൂണിറ്റ് ഇൻപുട്ടിലേക്ക് കണക്ഷൻ കൊടുത്തു. L&N ഇൻപുട്ട്, ഔട്ട്പുട്ടെല്ലാം ഊരിയിട്ട് ഇൻപുട്ട് L&N കണക്ഷൻ കൊടുത്തു. ഇമ്മീഡിയറ്റ്ലി ഫ്യൂസ് പോയി. അപ്പോൾ ചങ്ങന്മാരെ, പവർ സപ്ലൈ യൂണിറ്റിന് പകരം 2 AC to DC കൺവേർട്ടർ ഉപയോഗിച്ച് സിസ്റ്റം റൺ ചെയ്യുകയുള്ള പരിപാടിയാണ്. എക്സ്ട്രാ വയറിംഗ് ആയതുകൊണ്ട് തന്നെ നോയ്സ് ഫിൽറ്ററിൻ്റെ കണക്ഷനിൽ ചെറിയ മാറ്റം വരുത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ വയറിംഗ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാനായി. നമുക്കിനി സിസ്റ്റം സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ചെങ്ങന്മാരെ, അങ്ങനെ ഞങ്ങൾ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തു. പവർ സപ്ലൈ വരുന്നുണ്ട്. അതിനുശേഷം പ്യൂരിഫയർ സ്റ്റാർട്ട് ചെയ്തു. പ്യൂരിഫയർ വളരെ പെർഫെക്റ്റ് ആയിട്ട് റൺ ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒറിജിനൽ പവർ സപ്ലൈ യൂണിറ്റ് വരുന്ന സമയത്ത് നമ്മളിതെല്ലാം മാറ്റി വീണ്ടും പഴയപടി ആക്കുന്നതാണ്.